ഹലോ, അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ സദ്യയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ റിലേറ്റീവ് മരിച്ചതുകൊണ്ട് അവൻ്റെ വീട്ടിൽ നിന്ന് 7ൻ്റെ ചടങ്ങുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണേ. അപ്പോൾ ഞാൻ എണിച്ചപ്പോൾ തന്നെ കുഞ്ഞു എൻ്റെ കൂടെ എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോയി പല്ല് തേച്ച് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഇവിടെ 2 പേർക്ക് വേണമായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ, ഏട്ടൻ്റെ അച്ഛനും മുത്തശ്ശനും. അപ്പോൾ അവർക്കുള്ള ചോറ് മാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരാളിത് അവിടെ എന്നെ കാണാനില്ലാണ്ട് കരഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു. പിന്നെ അവനെ ഒരുവിധം സമാധാനപ്പെടുത്തിയിട്ട് പിന്നെ അവൻ വന്നിട്ട് ഞാൻ ചായ കുടിക്കുമ്പോൾ എപ്പോഴും അവന് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനക്കും വേണ്ടി കുറച്ച് ചായ വെക്കാൻ വിചാരിച്ചിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കി. പിന്നെ ഉള്ളിയും തക്കാളിയും കൂടി നമ്മൾ എണ്ണയെ വഴറ്റിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയില്ല, അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അത് ചൂടാറാൻ വയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചാലും ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ചട്നിയും ചമ്മന്തിയും ദോശയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണം നമുക്ക് പോയിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് പൂവിടാൻ. അപ്പോൾ ഇതൊക്കെ റെഡി ചെയ്ത് ഞാൻ പോയി ഒന്ന് മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് ഫ്രണ്ടിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയിട്ട് പൂ ജസ്റ്റ് സിമ്പിളായിട്ട് ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഇടാൻ വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു ഇതാ മുറ്റത്ത് തന്നെ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ വണ്ടിയും കൊണ്ട്. ഈ വണ്ടി അവൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം അതിലായിരിക്കും അവൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ആ വണ്ടിയും കൊണ്ട് അവൻ മിണ്ടാണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പൂവിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ടിഫിന് ചിക്കൻ വേണം വേണ്ടി ചെറുതായി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുവിന് വിശക്കണു പറഞ്ഞപ്പോൾ ഇത്തിരി പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ രാവിലെ. അപ്പോൾ കുഞ്ഞു അതൊക്കെ കഴിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുവിനെ ഏട്ടൻ പുറത്തൊക്കെ എടുത്തിട്ട് പോയപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കഴുകി വെച്ചു. പിന്നെ എനിക്കിനി കുളി കഴിഞ്ഞിട്ട് വേണം, ഞാൻ പറഞ്ഞില്ലേ മരിച്ചത് അവിടെ പോകണമെന്ന് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോ ബൈ ഫ്രണ്ട്സ്.